ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവജോത് ഇൻഫോംസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നാച്ചുറൽ സയൻസിൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ നാച്ചുറൽ സയൻസിൽ വരുന്ന മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുള്ള ടോപ്പിക്കിൽ വരുന്ന ചെറിയൊരു ടോപ്പിക്കായ കോശം അഥവാ സെല്ലിനെ കുറിച്ചുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കോശം അഥവാ സെല്ല് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളൊരു പിക്ചറൊക്കെ വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ പറയുന്നത് എന്താണ് കോശം, അതുപോലെ കോശത്തിലെ പ്രധാന ഘടകങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസ്, അപ്പോൾ ആ ഘടകങ്ങൾ അറിയപ്പെടുന്ന അതിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്ന ചില പേരുകൾ, അതുപോലുള്ള കുറേ പ്രധാനപ്പെട്ട പോയിന്റുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, എന്താണ് കോശം? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ സെല്ല്. കോശം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം.ജെ. ഷ്ലൈഡൻ. എം.ജെ. ഷ്ലൈഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 1838. അടുത്ത പോയിന്റ്, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ. തിയോഡർ ഷാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 1839. അടുത്ത പോയിന്റ്, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെ? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലൈഡനും തിയോഡർ ഷാനും ചേർന്നിട്ടാണ്. അപ്പോൾ രണ്ടുപേര് ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്, ജേക്കബ് ഷ്ലൈഡനും തിയോഡർ ഷാനും. അത് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാരാണ്? റൂഡോൾഫ് വിർഷോ. റൂഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത്. അടുത്ത പോയിന്റ്, കോശമർമ്മം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ബ്രൗൺ. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കും കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗണും 1831. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ചത് കോശമർമ്മവും റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് കോശവും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് ബീജകോശം. ബീജകോശമാണ് മനുഷ്യരിലെ ഏറ്റവും ചെറിയ കോശം. മനുഷ്യരിലെ നീളമേറിയ കോശവും അതുപോലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളതുമായ കോശമാണ് നാഡീകോശം. മനുഷ്യരിലെ നീളമേറിയ കോശവും അതുപോലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശവുമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും അരുണ രക്താണുക്കളാണ്, 120 ദിവസം. അപ്പോൾ മനുഷ്യരിലെ ഏറ്റവും വലിയ കോശം അണ്ഡം, ഏറ്റവും ചെറിയ കോശം ബീജകോശം, നീളമേറിയ കോശവും അതുപോലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളതുമായ കോശമാണ് നാഡീകോശം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് അരുണ രക്താണുക്കൾ, 120 ദിവസം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കോശത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ്. ഇപ്പോൾ കോശത്തിനകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് കോശസ്തരം. കോശസ്തരം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നതാണ് കോശസ്തരം. കോശസ്തരം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശസ്തരം. അടുത്ത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം. അതുപോലെ ജീവൻ്റെ അടിസ്ഥാന കണിക കൂടിയാണ് ജീവദ്രവ്യം. അപ്പോൾ ജീവദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്? ജീവൻ്റെ അടിസ്ഥാന കണികയാണ്. അതുപോലെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർത്താണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അടുത്തത് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. അടുത്തത് കോശമർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് കോശമർമ്മം. കോശമർമ്മം എന്ന് വെച്ചാൽ കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് കോശമർമ്മം അഥവാ ന്യൂക്ലിയസ്. അടുത്തത് ന്യൂക്ലിയോലസ്.
ന്യൂക്ലിയോലസ് അഥവാ മർമ്മകം. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. അതായത് റൈബോസോമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. റൈബോസോമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. അടുത്തത് സ്കൂട്ടോയിഡ്. മനുഷ്യരിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതിയാണ് സ്കൂട്ടോയിഡ്. സ്കൂട്ടോയിഡ് എന്ന് വെച്ചാൽ മനുഷ്യരിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതിയാണ് സ്കൂട്ടോയിഡ്. അടുത്ത പോയിന്റ് കോശാംഗങ്ങൾ. അതായത് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ആദ്യത്തേതാണ് മൈറ്റോകോൺട്രിയ. ഓക്സിജനെയും പോഷകഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഓക്സിജനെയും പോഷകഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയ ATP തന്മാത്രയുടെ രൂപത്തിലാണ് ഊർജ്ജം സംരക്ഷിച്ചിരിക്കുന്നത്. മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് എങ്ങനെയാണ്? ATP തന്മാത്രകളായിട്ടാണ്. അടുത്തൊരു ഭാഗമാണ് അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ഈ അന്തർദ്രവ്യജാലികകളിലൂടെയാണ്, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അടുത്തത് റൈബോസോം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം. അടുത്തതാണ് ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സ് എന്ന് വെച്ചാൽ രാസാഗ്നികൾ, ഹോർമോണുകൾ, അതുപോലെ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജന്തുകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന രണ്ട് കോശാംഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. അപ്പോൾ സെൻട്രോസോമും ലൈസോസോമും ജന്തുകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കോശാംഗങ്ങളാണ്. അതിൽ സെൻട്രോസോം എന്ന് പറയുന്നത് കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. അപ്പോൾ കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. അപ്പോൾ ലൈസോസോം എന്ന് വെച്ചാൽ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോഫാഗി. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി. ഓട്ടോഫാഗി എന്ന് വെച്ചാൽ ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി. അപ്പോൾ ഇത്രയുമാണ് കോശത്തിലെ പ്രധാന ഘടകങ്ങളും അതിൻ്റെ ഫങ്ഷൻസും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന രണ്ട് ചെറിയ ടോപ്പിക്കുകളാണ്. ഒന്ന് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് വെച്ചാൽ വ്യക്തമായ ന്യൂക്ലിയസുകളില്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. ഉദാഹരണം ബാക്ടീരിയ, സയനോബാക്ടീരിയ, അതുപോലെ മൈക്കോപ്ലാസ്മ. അതിന് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. അങ്ങനെയുള്ള കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. യൂക്കാരിയോട്ടിക് കോശങ്ങൾ എന്ന് വെച്ചാൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾ. ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ സസ്യകോശവും ജന്തുകോശവും. സസ്യകോശത്തിലും ജന്തുകോശത്തിലും വ്യക്തമായൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ കവർ ചെയ്തിട്ട് ഒരാവരണമുണ്ട്. അതുകൊണ്ട് സ്ഥലത്താൽ ആവരണം ചെയ്തിട്ട് വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾ. എക്സാമ്പിൾ സസ്യകോശവും ജന്തുകോശവും. അപ്പോൾ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമുക്ക്. എല്ലാ പോയിന്റും മനസ്സിലായ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കോശത്തിലെ ചില ഭാഗങ്ങൾ അറിയപ്പെടുന്ന മറ്റു പേരുകൾ. അതിലൊന്നാമത്തതാണ് കോശമസ്തിഷ്കം. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത്. അടുത്തത് കോശത്തിൻ്റെ പവർ ഹൗസ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്
മൈറ്റോകോൺട്രിയ. അതുപോലെ കോശത്തിലെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതും മൈറ്റോകോൺട്രിയയാണ്. അടുത്ത കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ് അതല്ലെങ്കിൽ ഡൊമലിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ലൈസോസോമാണ്. ലൈസോസോം ഒരു കോശാംഗമാണ്. അതാണ് ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ് അല്ലെങ്കിൽ ഡൊമലിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലൈസോസോമാണ്. കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ATP. അടുത്തത് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ്. അടുത്ത പോയിന്റ് കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ. പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകളാണ് പ്രോട്ടീൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മളിന്ന് പറഞ്ഞത് എന്താണ് കോശം, കോശത്തിൻ്റെ ഘടന, കോശത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കോശവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരമെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്.